എവിടെ പോവാ മോനെ? എവിടെ പോവാ? എവിടെ? ദുബായിലോ? ദുബായിൽ ആരാ ഉള്ളേ? ആ വെളുപ്പിന് 4:45 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 2:30 ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെ കൊണ്ടാക്കാൻ അച്ഛനും കൊച്ചമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വരുമ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും. സന്തോഷവും സങ്കടവും, അച്ചാച്ചൻ്റെ അടുത്ത് പോകാനുള്ള സന്തോഷവും ഇവരെയൊക്കെ വിട്ടിട്ട് പോകാനുള്ള സങ്കടവും. അത് ഞാൻ തോളെ തൂക്കും. ശരി ശരി. എൻ്റെ പൊന്നപ്പൻ ഉറങ്ങിപ്പോയി. പൊന്നം വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പൊന്നെ വെളിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടണമെങ്കിൽ പൊന്നം വരണം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും ലഗേജും വെച്ച് കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെ അവിടെ പുറത്ത് നിർത്തിയേക്കുവാണ്. യൂഷ്വലി ലഗേജ് ഇച്ചിരിയൊക്കെ കൂടുതലാണെങ്കിലും എല്ലാ ഫ്ലൈറ്റുകാരും സമ്മതിക്കാറുണ്ട്. ഇവിടെ എമിറേറ്റ്സ് ആയിരുന്നു, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, മൊത്തം എടുത്ത് മാറ്റിച്ചു. പൊന്നനാണെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചെടുത്ത് വെച്ച് അവളുടെ സ്പൈഡർമാനും ഒത്തിരി ടോയ്സും ഡ്രസ്സും ഒക്കെ തിരിച്ചെടുത്ത് വെക്കേണ്ടി വന്നു. അതെനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഒത്തിരി ഡ്രസ്സ് പോയി, എന്നാലും കുഞ്ഞൊത്തിരി ആഗ്രഹിച്ചെടുത്ത് വെച്ച സാധനങ്ങളല്ലേ, അത് തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. പിന്നെ എക്സസ് ലഗേജ് ഒക്കെ തിരിച്ചു കൊടുത്ത് അവളെ എടുത്ത് ഞാൻ തിരിച്ചു വന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബോർഡിംഗ് പാസ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഇങ്ങനെ നീണ്ട പ്രൊസീജിയറുകൾക്ക് ശേഷം പൊന്നിനെ തിരിച്ചു കിട്ടിയ അമ്മയ്ക്കല്ലേ. പൊന്നില്ലാതെ അമ്മ വന്നു, എന്താ ചെയ്യാം. പൊന്നിനെ വെളിയിൽ അവർ പിടിച്ചു വെച്ചേക്കുമായിരുന്നു അല്ലേ. നിങ്ങൾ ദുബായിൽ പോവാന്ന് പറ. പോവാ എൻ്റെ കുഞ്ഞ്. അപ്പേ കണ്ടിട്ട് വരാം അല്ലേ. ഓക്കേ ഓക്കെ ഗായ്സ് എന്ന് പറയാം. ഹലോ ഗായ്സ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാ അല്ലേ പന്ന. നമ്മൾ എമിറേറ്റ്സിലല്ലേ ഈ വട്ടം പോണേ, ഫസ്റ്റ് ടൈം അല്ലേ. അങ്ങ് വിദൂരതയിൽ നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടോ? ഇല്ല. നടന്നോ. കേറിക്കോ. Good morning, welcome. Thank you. Wow, chill. ഇവിടെ പൊന്ന ഇവിടെ പൊന്നൻ്റെ ആണേ. കയറിയിരുന്നോ കുഞ്ഞ്. പില്ലോ തലപൊക്കം നല്ല രസമാണ്. വെച്ചേരാ എഴുന്നേക്ക്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റില്ല. ഞാനങ്ങനെ ഉറങ്ങാറില്ല. പിന്നെ എമിറേറ്റ്സ് ആയതുകൊണ്ട് അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഫിലിമൊക്കെ കണ്ടിരിക്കാം. അവർ തന്നെ ഹെഡ്സെറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ എത്തുന്നത് വരെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. About one of your favourite podcasts. From comedy, drama, even documentaries.
താങ്ക് യു പറയൂ. എന്തടേ ഇഷ്ടായോ? കൊള്ളാല്ലേ? ഇത് വേണം, ഇതില്ലാതെ അവർ നമ്മളെ ഇരുത്തത്തില്ല. ഇത് കുട്ടി ബെൽറ്റ് ഇട്ടിട്ട് ഇതേയാണ് ഇവൾക്ക് ഇത്രയും ടിക്കറ്റ് കൊടുത്ത് സീറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത്. അവൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മടിയിൽ കിടന്നേ ഉറങ്ങത്തുള്ളൂ. ഏതായാലും ആ ചേട്ടി നല്ല ഉറക്കമായി. ടേക്ക് ഓഫിന് മുന്നേ തന്നെ അവൾ ഉറങ്ങുന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. നമുക്ക് ഫ്ലൈറ്റിനകത്തിരുന്ന് തന്നെ ഫ്ലൈറ്റിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ കാണാൻ പറ്റും. 2 ക്യാമറ ഉണ്ട്, നമുക്ക് ഏത് ക്യാമറ വേണമെങ്കിലും മാറ്റി മാറ്റി നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഏതായാലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എവിടെ എത്തി, എപ്പോൾ എത്തും എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവര് മെനു കാർഡ് കൊണ്ടുതന്നു. നമുക്ക് ഫുഡ് കോംപ്ലിമെന്ററി ആയിരുന്നു എമിറേറ്റ്സിനകത്ത്. ഞാനങ്ങനെ വെജ് ഓർഡർ ചെയ്തു. ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഫുഡും എത്തി. ഒരു 6-6:15 ആയപ്പോഴായിരുന്നു ഫുഡ് കൊണ്ടുവന്നത്. പൊന്നൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ആലു പൊറോട്ടയും വെജ് കറിയും ഒക്കെ ആയിരുന്നു. നല്ല ക്ലാസ് ഫുഡായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഞാൻ പറക്കി തിന്നുന്നുണ്ടായിരുന്നു. ബന്നും ജാമും മക്കാന കാര്യങ്ങള്, യോഗട്ട്, അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ കുറേയൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സമയത്തേനും ദുബായ് എയർപോർട്ട് എത്തി. പൊന്നപ്പ അപ്പേ കണ്ടേ. ഭയങ്കര രസമുണ്ടേ എയർപോർട്ട് കാണാൻ. കണ്ടോ, നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത് അല്ലേ? എവിടാടാ നമ്മുടെ ലഗേജ്? ബെൽറ്റ് നമ്പർ 8 എവിടാ? ബെൽറ്റ് നമ്പർ 8 എവിടെ? ഇതിങ്ങനെ കടൽ പോലെ കിടക്കും. കണ്ടോ കണ്ടോ? എല്ലാ വട്ടം അങ്ങനെയാണേ, ഫുള്ള് വെട്ടിയും കിട്ടും. ലാസ്റ്റ് ഒരു വെട്ടിക്ക് വേണ്ടി അങ്ങനെ നിൽക്കേണ്ടി വരും. മോനെ പറവട്ടെ എനിക്ക് എന്തേ മോൻ്റെ ഫ്ലൈറ്റ് നോക്കട്ടെ. ഓ, ഇങ്ങനെ അമ്മ കൊണ്ടുപോകും എൻ്റെ പൊന്നപ്പനെ. എന്തുവാ, പേടിയാണോ? നീ എന്തിനാ കുനിയണേ? അതിലങ്ങനെ പറ്റില്ല. അപ്പയുടെ അടുത്ത് പോവാണോ? കള്ളാലോ. അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാ അവൾക്ക്. എന്താ ആരാ പിന്നെ പോയത്? താങ്ക് യു.
പ്രവാസികളായിട്ടുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് അവരുടെ കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത്. ഞങ്ങൾ ഒത്തിരി നാൾ കാത്തിരുന്നാണ് അച്ചാച്ചൻ്റെ അടുത്ത് ആദ്യം വന്നത്. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് തിരിച്ചു പോയത്. പിന്നെ എൻ്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയും. ഏതായാലും കുറച്ച് നാൾ കാത്തിരുന്നെങ്കിലും വീണ്ടും ഞങ്ങൾക്ക് അച്ചാച്ചൻ്റെ അടുത്ത് വരാൻ ദൈവം സഹായിച്ചു. ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്നേക്കാൾ ഏറെ സന്തോഷം പൊന്നനാണ്. ഇനി പുതിയ റൂമും ഞങ്ങളുടെ ചുറ്റുപാടും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് പോയി കാണണം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണിപ്പോൾ. അവിടെ അല്ലേ. ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അതങ്ങനെ ആ ശീലം. എൻ്റെ സുന്ദരൻ്റെ ചെയർ പോയിരിക്കും. ഓടിപ്പോയി ചെയറിൽ പോയിരിക്കേ. എത്ര നാളായി എൻ്റെ കുഞ്ഞ് ചെയറിലിരുന്നിട്ട്. കുഞ്ഞിൻ്റെ ചെയറിലിരിക്കേ. ഓ, ചെരുപ്പൂരാതെ ഒരു പരിപാടി. ചെരുപ്പൂരാതെ ഞങ്ങളൊന്നിനുമില്ല. ആൻഡ് ഫൈനലി എൻ്റെ പൊന്നിൻ്റെ കശേര പൊന്നിന് തിരിച്ചു കിട്ടി. ഹാപ്പി ആയോ? അപ്പം നമുക്ക് റൂമൊക്കെ നോക്കാം. നമ്മുടെ റൂം അയ്യോ കാവ് നോക്കാനാണ്. അപ്പം ദേ നമ്മുടെ റൂം. ടോയ്ലറ്റ് എവിടാ അച്ചാ? ഇത് ടോയ്ലറ്റാ? ഓക്കെ. ഇത് കിച്ചണാ? ഓക്കെ. ഓ, കിച്ചൺ ഭയങ്കര ചെറുതാ. എന്തോ വെച്ചി മോനിക്ക് വാ, നമുക്ക് കസേര നോക്കാം. ബാ, കസേരയിൽ പോയിരിക്കാം എൻ്റെ കുഞ്ഞിൻ്റെ. ഇതേ സ്ലൈഡ്, നമുക്ക് സ്ലൈഡൊക്കെ സെറ്റ് ചെയ്യണേ. ദേ എൻ്റെ പൊന്നിൻ്റെ പഴയ സ്ലൈഡ്, അതൊക്കെ അമ്മ സെറ്റ് ചെയ്ത് തരാം. ഇപ്പൊ കുഞ്ഞൊന്ന് റിലാക്സ് ചെയ്യേ. സന്തോഷായോ? ആൻഡ് ഫൈനലി നമ്മൾ 3 പേരും ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പുതിയ വ്ളോഗ്സ് ഒക്കെ കാണാം അല്ലേ പൊന്ന? അപ്പൊ നമ്മൾ നല്ല ടയേർഡാണ്. നമ്മൾ ബാക്കി വീഡിയോസ് ആയിട്ട് പിന്നെ വരാന്ന് പറ. ഓക്കെ, ബൈ ഗായ്സ്. Bye.